എൻ്റെ ഈ ചിക്കൻ കറി കണ്ടിട്ട് ആർക്കെങ്കിലും ഞാൻ വെച്ച് പഠിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഏയ്, ഇത് ഞാൻ സ്ഥിരം വെക്കുന്ന ചിക്കൻ കറിയാന്നേ. ഇതൊന്ന് വീഡിയോ ഒന്ന് ഷോട്ട് ചെയ്ത് ഇട്ടു, അത്രയേ ഉള്ളൂ. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പേര് കൊച്ചുള്ളി പെരളൻ ചിക്കൻ കറി. കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് കൊച്ചുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് കൊച്ചുള്ളി ചേർത്ത് പുരട്ടി എടുക്കുന്നതുകൊണ്ട് കൊച്ചുള്ളി പെരളൻ ചിക്കൻ കറി. ഇതിനകത്തൊരു കുക്കർ എടുക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, കുരുമുളക് പൊടി ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ആക്കിയെടുക്കുക. കാരണം ബ്രോയിലർ ചിക്കനാണ്, പെട്ടെന്ന് വേവും. കൊച്ചുള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് തൊലിച്ച് അരിഞ്ഞ് വയ്ക്കുക. കൊച്ചുള്ളി പെട്ടെന്ന് തൊലിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിരുന്നാൽ മതി കേട്ടോ, പെട്ടെന്ന് തൊലിക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊച്ചുള്ളിയും ഇട്ട് കറിവേപ്പിലയും ഇട്ട് ഉപ്പും ഇട്ട് അവിടെ കിടന്ന് വഴലട്ടെ. ആ സമയത്ത് വേറൊരു പാനിനകത്ത് മല്ലിപ്പൊടി, മസാലക്കൂട്ട്, അതായത് പെരുംജീരകം മസാലക്കൂട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അത്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് വറുത്ത് വെക്കുക കേട്ടോ. അയ്യോ, എങ്ങനെയാണെന്തോ എല്ലാവരും ഇതുപോലെ സ്പീഡിൽ പറയണേ. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്ത് വെച്ചിട്ട് ആ ഉള്ളി മിക്സിനകത്തോട്ട് നമ്മുടെ കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് തട്ടുക, ഈ മിക്സും കൂടെ തട്ടുക, നന്നായിട്ട് വരട്ടിയെടുക്കാം. കൊച്ചുള്ളി പെരളൻ ചിക്കൻ കറി റെഡി. പിന്നെ മുളക് പൊടി 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. അപ്പോൾ സെറ്റല്ലേ?